എറണാകുളം വാഴക്കുളം പാരിത്തുകാവിലെ കുടിയൊഴിപ്പിക്കൽ നടപടിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു ഈ പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധത്തെ തുടർന്ന് അഭിഭാഷക കമ്മീഷൻ മടങ്ങി. നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ട സൗകര്യങ്ങൾ പോലീസ് നൽകിയില്ലെന്ന് അഭിഭാഷക കമ്മീഷൻ പറയുന്നു. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ 9ാം തവണയും ഉണ്ടായിരിക്കുന്നത്? അഭിഭാഷക കമ്മീഷനെ തടഞ്ഞു, കാരണം കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അത് പറ്റില്ല എന്നാണോ പ്രദേശവാസികൾ പറയുന്നത്? കമ്മീഷൻ എടുത്ത നിലപാട് എന്തായിരുന്നു? പ്രജീഷ്, തീർച്ചയായും ഇന്നും അഭിഭാഷക കമ്മീഷൻ ഈ സ്ഥലത്തോട്ട് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. രാവിലെ 11 മണി തൊട്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഈ കാണുന്ന, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു പടുത, ഒരു നീല ടർപ്പോളിന് താഴെയായിരുന്നു സാധാരണഗതിയിൽ പ്രതിഷേധിക്കാറുള്ളത്. മുൻപും ഈ അഭിഭാഷക കമ്മീഷൻ ഈ സ്ഥലത്തോട്ട് എത്തുമ്പോൾ ഇതുവഴിയാണ് വരാറുള്ളത്. എന്നാൽ ഇന്ന് ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് കഴിഞ്ഞ മുൻ തവണകളിലെല്ലാം വന്നപ്പോൾ പരാജയപ്പെട്ടത് അതും കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് അഭിഭാഷക കമ്മീഷൻ ഇതിന് പകരം നമുക്ക് അപ്പുറേ കാണുന്ന അവിടെ ഒരു വഴിയുണ്ട് ഈ പ്രദേശത്തുള്ള, ആ വഴിയായിരുന്നു അഭിഭാഷക കമ്മീഷൻ എത്തിയത്. ഏതായാലും ഇന്നും ഇപ്പോൾ ഈ ജനങ്ങൾ എന്നാൽ അത് കണ്ടതോടുകൂടി തന്നെ അഭിഭാഷക കമ്മീഷന്റെ വഴി തടഞ്ഞുകൊണ്ട് അവർ അവിടേക്ക് പാഞ്ഞെത്തുകയും അഭിഭാഷക കമ്മീഷനെതിരെ ഗോ ബാക്ക് വിളികളുമായി ഇവിടെ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും അന്നത്തെ ആ ഒരു പ്രതിഷേധത്തിനൊടുവിൽ ഈ പോലീസ് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ല, തന്റെ നടപടികൾ, തന്റെ കർത്തവ്യം നടത്തുന്നതിനായി പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാരെ നീക്കേണ്ട കാര്യങ്ങളുണ്ട്, അതെല്ലാം പോലീസ് അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷക കമ്മീഷൻ ഇന്നും പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇവർക്ക് ഒരു കേസ് ഇവർ കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. ഇവരുടെ ഒരു വാദം കേൾക്കാനായി 2 പേർ കക്ഷി ചേരണമെന്നുള്ള ഒരു ആവശ്യവുമായി ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും ഇവർക്ക് ഈ കേസ് പരിഗണനയിലിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു നടപടിക്കായി മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഇപ്പോൾ കുറേ ആളുകളായിട്ട് നിങ്ങളുടെ ആവശ്യമാണ് ഇപ്പോൾ അഭിഭാഷക കമ്മീഷൻ സുപ്രീം കോടതിയിൽ തന്നെ ഈ കേസ് ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും അഭിഭാഷക കമ്മീഷൻ വന്നിട്ടുള്ളത്. ഇതിക്ക് ഇന്ന് സുപ്രീം കോടതി കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാർ ഇവരൊക്കെ അറിയാവുന്ന, എന്നിട്ട് പിന്നെ ഇന്ന് വന്നില്ലേ, പിന്നെ ഇന്ന് ആ വഴി കൂടിയൊക്കെ വന്നത്, അതൊക്കെ വെറുതെ തെറ്റായ കാര്യങ്ങളല്ലേ. ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ 19 ഏക്കർ സ്ഥലമുണ്ട് പുറമ്പോക്കെന്ന് പറയുന്നത്, അതൊന്ന് അളന്ന് തിട്ടപ്പെടുത്തിട്ട് എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം. അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കേൾക്കുകയും ചെയ്യാം. പക്ഷെ ആ 19 ഏക്കർ പുറമ്പോക്ക് ഈ പറഞ്ഞ കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ ഇന്ന് ചെയ്യും നാളെ ചെയ്യും ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയ ആൾക്കാരാണ്. പിന്നെ ഈ വൈഫ്തേട്ട് ആരെയും കണ്ടിട്ടില്ല. 2.5 ഏക്കർ ഭൂമിയിലാണ് ഇപ്പോൾ അളവ് പറഞ്ഞത്. അതല്ല നിങ്ങളുടെ ഈ 19 ഏക്കറും അളക്കണമെന്നുള്ളതാണ് ഒരു ആവശ്യം. അതെ, 19 ഹൈക്കോടതി 1.5 വർഷം മുമ്പുള്ള ഹൈക്കോടതി ഉത്തരവാണ് ഈ 19 ഏക്കർ അളക്കാനുള്ളത്. ഇതുവരെയും ഇവിടെ താലൂക്കിന് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു പ്രാവശ്യം കളക്ടറേറ്റ് എന്ന് പറഞ്ഞ ഒരു ദിവസം ഇവർ വന്ന് നോക്കിയിട്ട് പോയതല്ലാതെ അവർ രേഖകളുണ്ടായില്ല എന്ന് പറഞ്ഞു. ആ രേഖകളിലാന്ന് പറഞ്ഞ ആ സർവേർ തന്നെയാണ് ഇവിടെ 2.5 ഏക്കർ അളക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അവർക്ക് ഇവിടുന്ന് രേഖകൾ കിട്ടി. ഈ പറഞ്ഞ 19 ഏക്കർ പുറമ്പോക്ക് ഭൂമി കിടക്കണമെന്ന് ഈ സർക്കാർ രേഖകളുള്ളതൊന്നും കളക്ടറും മുമ്പിൽ ഈ പറഞ്ഞ തഹസിൽദാരൊക്കെ സമ്മതിച്ചത്. കോടതിയുടെ മറ്റു കാര്യങ്ങളിൽ കോടതി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണ്, എന്നാൽ ഈ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ പാലിച്ചു വന്നാലാണ് ഇത് സംഭവിക്കുമെന്നുള്ള നിലപാടാണ് നിങ്ങൾക്ക്? ഞങ്ങളിപ്പോൾ ഒരു 100 വർഷത്തിന് മേലോട്ട് താമസിക്കുന്ന ആൾക്കാരാണ്, 100-150 വർഷത്തിന് മേലെ താമസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് എവിടെ പോകാനാണ്? കാരണം ഞങ്ങൾ കിടക്കുന്നത് പുറമ്പോക്ക് ഭൂമിയാണ്. ഈ കിടക്കണ അന്ന് മുതൽ പുറമ്പോക്ക് കിടക്കുന്ന ഭൂമി ഇവർക്ക് എങ്ങനെ പട്ടയമല്ല, സർക്കാർ റീസർവ് പ്രകാരം ആണ് ഇവർക്ക് പട്ടയം വേണം. പട്ടയം ഇല്ലാണ്ട് ഇവരെങ്ങനെയാണ് ഈ ആധാരം ഉണ്ടാക്കിയത്? ഈ വെറുതെ നമ്മുടെ ഭൂമി കൈയടക്കാൻ, സർക്കാർ പുറമ്പോക്ക് ഭൂമി കൈയടക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഇത് ഒരു നേരായ വഴിയിലല്ല ഇപ്പോൾ ഈ സ്വകാര്യ വ്യക്തി ഈ ഭൂമിയിൽ ഒരു അവകാശവാദം ഉന്നയിച്ചത്. അപ്പോൾ അതിനു വേണ്ട നടപടിക്രമങ്ങൾ അത് കൃത്യമായി തന്നെ പാലിക്കപ്പെട്ട് രീതിയിലൊരു അളവുകൾ അടക്കമുള്ള കാര്യങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ എറണാകുളത്ത് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരിത്തുകാവിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴായിരുന്നു അഭിഭാഷക കമ്മീഷനെതിരെ ജനരോഷം ഉണ്ടായത്. നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി തിരികെ അവർ മടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. നടപടിയിലേക്ക് കടന്നില്ല, പ്രതിഷേധം കണ്ടവർ മടങ്ങുകയും ചെയ്തു.